ഈ ജാതി കേട്ട് സംഗതികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ അല്ലേ? ഇതൊക്കെ 4 പേരെ കാണിച്ച് ഷോ കാണിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കിയത് നിങ്ങളാണെങ്കിലോ പിന്നെ ഒന്നും പറയേ വേണ്ട. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ഭാഗം, വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കുക. അളവുകളൊക്കെ കറക്റ്റായി നോട്ട് ചെയ്ത്, കറക്റ്റായി വരച്ച്, കറക്റ്റായി മാർക്ക് ചെയ്ത്, കറക്റ്റായി വെട്ടിയെടുക്കുക. തീർന്നു. 50% പരിപാടി തീർന്നു. ബാക്കി 50% മുഴുവനും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പശ തേക്കുക. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇവന് മാത്രമേ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതായിട്ടുള്ളൂ. കാരണം എന്താ, കളർ പേപ്പർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിർബന്ധമില്ല. നിങ്ങൾക്ക് സാധാരണ വൈറ്റ് പേപ്പറിൽ A4 ഷീറ്റിലായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, വാഷി ടേപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒരൊറ്റ പെൻസിൽ മതിയല്ലോ. ഇത് ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് പേർപ്പിളിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സ്റ്റിക്കർ അവനെ എടുത്തൊട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ഐസ്ക്രീം കിട്ടുന്നതാണ് ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വേണം. അത് പൗച്ച് തുറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഒരു എന്താ പറയുക, തുറക്കാനും അടയ്ക്കാനുള്ളൊരു എന്തോ ഒരു സംഗതിയായിട്ട് ഞാൻ വെച്ചു, അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്യൂട്ടായിട്ടും ഭംഗിയായിട്ടൊക്കെ തോന്നില്ല? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ? എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫാത്തിമ മൻഹക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഹായ്, പിന്നെ താങ്ക്സ് ടു മൻഹക്കുട്ടി. പിന്നെ എന്താ, നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കുകയും ചെയ്യേണ്ട. എൻ്റെ സിംഗക്കുട്ടനെ കണ്ടോ? ഈ വൈബ്രൻറ്റ് മഞ്ഞ പൗച്ചിൽ അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭംഗിക്ക് മുത്തുമ്പോഴും ഇട്ടുന്നിടും. നിങ്ങൾക്ക് എന്ത് വേണേലും ഇടാം. ബൈ.